എങ്ങനെയാണ് ഈ IC ഫോം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ചും വനിതാ കമ്മീഷൻ തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സിനിമാ നിർമ്മാതാക്കൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള വിവിധ സംഘടനകൾ, WCCയുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ, അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ്, ഇതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് എറണാകുളത്ത് വെച്ച് തന്നെ ഒരു ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകളിൽ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടി, ഇത് തീരുമാനിച്ചതിന് ശേഷവും പല സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകളിൽ ഈ IC ഫോം ചെയ്തിട്ടില്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സ്വമേധയാ പരിശോധിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാനും വനിതാ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്. സാംസ്കാരിക പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഉള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനും വേണ്ടി സജ്ജമാക്കി സർക്കാരിനാൽ നിയുക്തമാക്കിയിട്ടുള്ള കമ്മിറ്റി എന്താണ്, ആ കമ്മിറ്റിക്കകത്ത് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്, വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ പറയാൻ തീർച്ചയായിട്ടും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതൊരു സർക്കാർ തയ്യാറാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി കഴിയുക, പരാതി പരിഹരിക്കാനും ഉള്ള കമ്മിറ്റികൾ ഫോം ചെയ്തതിനു ശേഷം എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഉള്ള റെക്കമെൻഡേഷൻസ് മുഴുവൻ ഈ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് വനിതാ കമ്മീഷൻ ഈ WCC ഉൾപ്പെടെ അതിൽ കക്ഷി ചേരുകയുണ്ടായിട്ടുണ്ട്. ഈ സ്വകാര്യ വ്യക്തി ശ്രീ സജിമോൻ നൽകിയിട്ടുള്ള റിട്ട് ഹർജിയിൽ ഞങ്ങൾ കക്ഷി ചേരാൻ അനുവാദം ചോദിച്ചു. ഹൈക്കോടതി അതിന് അനുവാദം നൽകി. ഞങ്ങൾ അതിൻ്റെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതിയിൽ ഞങ്ങൾ നൽകുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരാഴ്ചക്കാലത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനു വേണ്ടി ഹൈക്കോടതി അനുവാദം നൽകിയിട്ടുള്ളത്. തീർച്ചയായും സർക്കാർ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സിനിമാ മേഖല ഏറ്റവും സുരക്ഷിതമായി ആത്മാഭിമാനത്തോടെ സ്ത്രീകൾക്കുൾപ്പെടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും ഈ വിധി സഹായകമാകും എന്നാണ് കരുതുന്നത്.